ഒരാൾ ഇത് വേഗം പിടിച്ച് കയറുന്നുണ്ട്, സാധനം കൊണ്ട് കയറ്റുന്നുണ്ട്. വിളക്കുകളൊന്നുമില്ല, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറണം. ഇവിടെ വന്യമൃഗങ്ങളില്ല എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ അല്ലേ. ഞങ്ങളിപ്പം 1000-ഓളം അടി മുകളിലെത്തിയിട്ടായി, പാതിയിലെത്തിയപ്പോഴാണ് ഇവിടെ ഒരു സംഭവം ഞാൻ കണ്ടത്. 1000-ന്റെ അടി മുകളിലോട്ട് കയറണം. ഇവിടെ നിന്ന് ഇനി കുത്തനുള്ള ഒരു കയറ്റമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ആണല്ലേ. ഒരാളിക്കുന്നു കയറാം. ലിംഗമുണ്ട് ഇതിന്റെ അകത്തോ? 1000 ആയോ? 2300. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്, ആരും അറിയപ്പെടാത്ത ഒരു അമ്പലത്തിലാണ് ഉള്ളത്. അമ്പലത്തിലല്ല, ഇവിടെ ഒരു മലയുണ്ട്, 2000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ മല കയറാൻ പോകുന്നു. ഇപ്പോൾ രാത്രിയാണ്. അപ്പം പോകുന്ന വഴിക്ക് വിളക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മല കയറി പോകണം. തൊട്ട് പഴനി അമ്പലത്തിനോട് ചേർന്ന് വരുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഒരുപാട് പേർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ പലവരും ഇതിന് വരുന്നുണ്ടെങ്കിലും കുറച്ച് പേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് കയറിക്കഴിഞ്ഞാൽ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും വിശദമായിട്ട് ഇത് വഴിയേ വരുന്നതായിരിക്കും. വീഡിയോയ്ക്ക് ലാസ്റ്റ് 1 by 8 എൻ്റെ വിശദ വിവരങ്ങളായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ മല കയറാൻ പോവുകയാണ്. ഞങ്ങളിപ്പോൾ 3 പേരാണുള്ളത്. മുകളിൽ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്, നാളെ കുറച്ച് പേര് എത്തും. അപ്പോൾ ബാക്കി ഇനി വഴിയേ കാണാം. എന്താ അതെ, ഈ മല കൊണ്ടുവന്നല്ല. അതെ, ഒരാൾ വേഗം പിടിച്ച് കയറുന്നുണ്ട്, സാധനം കൊണ്ട് കയറ്റുന്നുണ്ട്. അപ്പം മുകളിലേക്കുള്ള കാനനപ്പാത പാറയും ശരിക്കും നമ്മൾ ശബരിമല കയറുന്ന എൻ്റെ അത്രയല്ല, പഴയ ഒരു മോഡലാണല്ലേ. വിളക്കുകളൊന്നുമില്ല, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കയറണം. ഇവിടെ വന്യമൃഗങ്ങളില്ല എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ നമ്മുടെ വാനരപ്പടയാണല്ലേ, രാവിലെ കാണുള്ളൂ. പക്ഷെ വഴിയൊക്കെ ലൈനൊക്കെ തിരിച്ചിട്ടുണ്ടല്ലേ, പെയിൻ്റൊക്കെ അടിച്ച് അറിയാൻ വേണ്ടിയിട്ട് കാട് കെട്ടിയിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചെരുപ്പിടാണ്ട് നടന്ന് ശീലമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഒറ്റയ്ക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പായിരിക്കും കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ആളൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. വേറെ അതെ, അവിടെ നിന്ന് ഒരാൾ കയറി വരുന്നുണ്ട്, ഒന്നും കാണാമല്ലേ. ഇത് ഇവിടേക്ക് വന്ന് ഈ അമ്പലത്തിൻ്റെ എത്ര വർഷത്തെ ഇതുണ്ടാവും? അവിടെ ഇപ്പം നമ്മൾ 65 ഒരു ആള് പുറത്തെ മേലത്തെ ഷെഡിന്റെ ഷെഡിന്റെ പേര് വെച്ചിട്ടുണ്ട് 65. അപ്പൊ അതിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ്. സിദ്ധർ അപ്പൊ മഹർഷിമാര് വന്നുപോയ സ്ഥലമാണല്ലേ. ഓ, 6 മാസം ഒളിഞ്ഞിരിക്കണ്ടേ. ആ അങ്ങനെ, അതിവിടെ അതിലൊരു സ്ഥലമാണല്ലേ. അതെ, അതുകൊണ്ടാണ് അതെ. അത് നമ്മളിവിടെ ഞാനിവിടെ ആദ്യമായിട്ടാണ്. നിങ്ങൾ പിന്നെ എല്ലാ മാസം വരുന്നതുകൊണ്ട് പിന്നെ ചരിത്രം കുറേയൊക്കെ അറിയാമല്ലേ. അവിടെ താഴെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് നല്ല ക്ലൈമറ്റാ കേട്ടോ, വലിയ ചൂടുമില്ല, ചെറിയൊരു തണുപ്പും അല്ലേ. മഞ്ഞ് ഇതെന്താ മയിലാണോ കയറി? മയിലുണ്ടല്ലോ ഇവിടെ. പിന്നെ മുരുകൻ്റെ അമ്പലമുള്ളടത്ത് മയിലുണ്ടാവുമല്ലോ എപ്പോഴും. ഇവിടെ ഒരു ഇത് മൊത്തം പറയാണല്ലോ ഇവിടെ. എന്തൊക്കെ ഇത് അവിടെ കയറി വരുമ്പോൾ ഇങ്ങനെ ഓരോ ഇതുണ്ടല്ലേ. ഇതൊരു ഗുഹയാണല്ലേ. അവിടെ ഒരാളിരിക്കുന്നു. അടുത്ത് അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ ഈ ഇടയിലിടയിൽ ഇങ്ങനെ ഓരോ ഇതെന്താ ഉദ്ദേശിക്കുന്ന ഗുഹയിലെ ഓരോ ഇതല്ലേ. പക്ഷെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് കയറി വരുന്നവർക്ക് ഒരു റെസ്റ്റ് എടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ അങ്ങനെ കയറാം. ലിംഗമുണ്ട് ഇതിൻ്റെ അകത്തോ? ചെരുപ്പ് ഷൂ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് ലിംഗോ? ശിവലിംഗോ? ആ, ഇവിടെ ഒരു ശിവലിംഗം ഉണ്ടല്ലേ, ചെറുതായിട്ട് ഇവിടെ ഒരു ശിവലിംഗം. ഗുഹയാണ് ശരിക്കും. ഗുഹയകത്ത്
പൂജ, വെളുത്ത വാവിന് പൂജ. നമ്മൾ കയറി ഇപ്പോൾ എത്ര അടി കയറിയിട്ടുണ്ടാവും? ഏകദേശം ഒരു 1000 1000 കഴി 1000 ആയോ? 1000 ആയോ? 1000 അടി കഴിഞ്ഞില്ല. ഇനി ഒരു 1000 അടി കൂടി കയറി. 2300 അല്ലേ? 2300 അടി കയറ്റം ഇല്ലേ? പഴനി അമ്പലത്തിനും കാട്ടി കുറച്ചുകൂടെ ഉള്ളല്ലേ? 10 അടി കൂടുതൽ. അപ്പോൾ 1000-ഓളം അടി കയറിയിട്ടായി. അടി കയറുമ്പോൾ ഇതുപോലൊരു കുകയല്ലേ? ഞങ്ങളിപ്പം 1000-ഓളം അടി മുകളിലെത്തിയിട്ടായി, പാതിയിലെത്തിയപ്പോഴാണ് ഇവിടെ ഒരു സംഭവം ഞാൻ കണ്ടത്. ഇവിടെ നിന്ന് ശിവന്റെയും ഒരു കുക്കിക്കകത്തല്ലേ കുക്കയുടെ ഒരു ഇതാണ്. അപ്പം ഇനി ഒരു 1000-ന്റെ അടി മുകളിലോട്ട് കയറണം. ഇവിടെ നിന്ന് ഇനി കുത്തനുള്ള ഒരു കയറ്റമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. ഇവിടെ നിന്ന് കുറച്ച് ഫ്ലാറ്റാണ്, സ്കോയായിട്ട് കയറാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇച്ചിരി റിസ്ക് ആണെന്നാണ് ഇവർ വരുന്നത്. ഇവർ എല്ലാ മാസം വരുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. അപ്പം ഇത് ഏതാണ് സ്ഥലം എന്നുള്ളതൊക്കെ നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ഇച്ചിരി ലോങ് ആയിരിക്കും വീഡിയോ. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പോഴേ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ 2000 അടിയുടെ മുകളിൽ കയറി ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വെച്ച് നാച്ചുറലായിട്ടൊരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റിലാക്സ് ചെയ്തിട്ട് ഇപ്പോൾ മുകളിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും ഒരു ഭൂമി ഉരുണ്ടതാന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് തോന്നും. ചുറ്റും ഗ്രാമങ്ങളോടുകൂടെ ചേർന്ന ഒരു മലയാണ് പഴനിമല. ഇവിടെ നിന്ന് കാണാം. പഴനിമലയെക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലാണെന്നാണ് പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. പഴനിമല ഞാൻ കയറിയിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഏറ്റവും പ്രത്യേകതയായിട്ട് കാണുന്നത് ഈ ഒരു സ്തംഭമാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കണ്ടിന്യൂയായിട്ട് നാളെ മുതൽ കാണാം. ഇന്ന് രാത്രിയായി, ഞങ്ങളിനി ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഇതാണ്. രാവിലെ എണീറ്റ് പരിപാടികൾ തുടങ്ങും. അതിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളും ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇനി വരും